ഏതാ സ്പോട്ടിലെ ആ പോണ പോക്കില് കണ്ട് സ്പോട്ടാ കുഴിപ്പള്ളി ബീച്ച് കണ്ട് തിരിച്ചതാ. മോനെ എന്തോ മീൻ കൃഷിയും കാര്യങ്ങളാവുന്നല്ലേ. ഇതേ നമ്മൾ അവിടെ പറഞ്ഞില്ലേ ആ പരിപാടിയാണ് ഇവിടെ ഫുള്ള്. കാടൊക്കെ വെട്ടി വൃത്തിയായിട്ടേ നല്ല കാഴ്ച കുമ്പളങ്ങിയിലേറെ കാഴ്ച കാണാന്. സംഭവം അവിടെ ഇതേ സ്പോട്ടാണ്. പക്ഷെ കാണാൻ കഴിയുന്നില്ല. കാട് കൂടിയിട്ട് ഇതേപോലെ കാട് കൂടിയിട്ട് കാണാൻ കഴിയുന്നില്ല. റിസോർട്ടും കാര്യങ്ങളും ഇവിടെ ഉണ്ടല്ലേ സംഭവം. കുയിപ്പള്ളി ബീച്ച് അതാ നമ്മള് തേടി വന്ന കുയിപ്പള്ളി ബീച്ച്. വണ്ടി ഇറക്കാവുന്ന കുയിപ്പള്ളി ബീച്ചിന്റെ ലെഫ്റ്റ് സൈഡ് നല്ല കാഴ്ചകൾ ഉണ്ടെന്നുള്ളൊരു വിവരം കിട്ടിയാണ്. പോയി നോക്കാം. എന്ത് ബീച്ച് അത്? എന്താണ് അതിന്റെ പേര്? കുയിപ്പള്ളി ബീച്ചിലെ ഒരുപാട് ബീച്ചുകളുണ്ട്. ഞാൻ കുയിപ്പള്ളി ബീച്ചും കൂടി കണ്ടില്ല എന്ന് വേണ്ട. വൈബുള്ള ബീച്ചിലെ ആരുമില്ല. കാക്കട ടെന്റ് അടിച്ച മറ്റേ സ്പോട്ടല്ലേ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ. ആകെ വിസ്തൃതി വീറ്റ് തൈകൾ എണ്ണൊക്കെ ഉണ്ടല്ലോ. സംഭവം ഇതൊന്നും വെറുതെ മുളച്ചതല്ല, ഇവര് കുഴിച്ചിട്ടതാണെന്ന് തോന്നുന്നത്. ഈ മരങ്ങളിലുണ്ടാണ് കേട്ടോ ഈ നട്ടുച്ചക്കുമ്പോൾ ആൾക്കാര്. പാവങ്ങൾ തോന്നണേ. ചീനവലൊക്കെ ഉണ്ടോ തലക്കല്? ബോട്ടല്ലേ ഫിഷ് ബോട്ട്. മുനമ്പം ഫിഷിംഗ് ഹാർബർ ആണ് അല്ലേ? അങ്ങനെ തൃശ്ശൂർ ജില്ലയിലെത്തി. പോണ വഴിയിലാണ് ചേരമ മസ്ജിദ് കണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പള്ളിയുടെ ചുറ്റുമായിട്ട്. അപ്പോൾ പഴയതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. ചേരമ മസ്ജിദൊക്കെ ഉഷാറായിട്ട് കണ്ടില്ലേ? നല്ല ആ പഴയൊരു പ്രതാപം തോന്നിയില്ലല്ലേ കണ്ടപ്പോ? എന്തോ കുറെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് പണി, കുറെ മാറ്റം വന്നിട്ടുണ്ടല്ലേ. മാർബിള് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നാച്ചുറൽ സ്വഭാവം പോയിട്ടുണ്ട്. പിന്നെ കുളം കാര്യങ്ങളൊക്കെ വേറെ വൈബ് കണ്ടപ്പോ. ഏതായാലും കണ്ടിറങ്ങി. ഇനി സ്നേഹതീരം ബീച്ചിലെ പോണേക്ക്. ബീച്ചോട് ബീച്ചായി. സ്നേഹതീരം റോഡ് ആകെ അരപ്പല്ലേ. ഫുള്ള് പൊടി. ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ. തേവർക്കൊരു പിടി മണ്ണ് സമർപ്പണം. സെന്റിന് 40,000 അല്ലേ? തൽക്കാലം വിട്ടോ. റോഡ് എങ്ങനെ അരപ്പാക്കണ വെച്ചതാ. നല്ല റോഡ്, ഇതുപോലുള്ള റോഡ് തന്നെയാ വേക്ക ഉണ്ടോക്കെ അല്ലേ? അരപ്പാക്കിട്ട കോലോ. ആംബിയൻസുള്ള സ്പോട്ടില്ലേ? ഫാസ്റ്റ് ഫുഡ് അല്ലോ, പെട്ടെന്ന് തരും നീക്കാറ് വിട്ടോ. ആദ്യം സ്നേഹതീരം എത്തി മോനെ. സ്നേഹതീരം ബീച്ചെത്തി. വാടാനപ്പള്ളി ബീച്ചോ? വാടാനപ്പള്ളി. ഓക്കെ താങ്ക്സ്. സൈഡ് കൂടെ പോയന്. ഇതാണ് തളിക്കുളം ബീച്ച് അല്ലേ? അതല്ലേ സ്നേഹതീരം? കുറെ പാർക്കും സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ? ഹെലികോപ്റ്റർ ഒക്കെ അതാ പറ്റിയ സ്പോട്ടാ. സ്നേഹതീരം. ഓ കട്ടിങ് ആണല്ലോ. ഈ നേരത്തെ ഉണ്ടല്ലോ കുട്ടികൾ കളിച്ചണക്കടെ. കടലും തീരുമാനമുള്ളേ. അല്ലാതെ വേറെ സാധനല്ല. അവിടെ പുല്ലുണ്ട് പറഞ്ഞിനി. മുളകട്ട് മാങ്ങട്ടില്ലെങ്കിലും മുളകട്ടോ. കിട്ടില്ല മാങ്ങ. ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാനും വേണ്ടി വണ്ടി സൈഡാക്കിയതാ. പരിപ്പ് കഴിഞ്ഞ് ഇങ്ങനെ ബീച്ച് വേണ്ടി ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട്. കാണിച്ചു ബോസേ.
എത്തേ രണ്ടെണ്ണം വാങ്ങേ ഇനി എടുത്തു ഞാൻ നമുക്ക് ഇന്നൊക്കെ കാര്യമുള്ളൂ നാളെ ആവശ്യമില്ല വെച്ചിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി ഒന്ന് മൂപ്പര് നിർബന്ധിച്ചു തന്നാ സ്നേഹമുള്ളവരല്ലേ കടലിന്റെ മക്കള് പറയാണ്ടോ കണ്ണില്ലാത്ത നോക്കണ്ട അറിയാ ആ ഒരു വലയെന്ന് എടുത്തപ്പോ പോയതാ ഓല് വീട്ടിൽ കൊണ്ടുപോണ മീനാ വെക്കലില്ല അനക്കായിട്ട് വന്നാലേ അപ്പൊ നമ്മള് 2 മീനായിട്ട് തരുമോ ചോദിച്ചപ്പോ എന്തിനാണ് ചോദിച്ചാൽ കറി വെക്കാനാണ് പൊരിച്ചെന്നാണ് ചോദിച്ചാൽ അതെന്നാ കൊണ്ടുപോയി ഏതോ മീൻ തിന്നാൻ പൂതിയായ ആളാണ് വിചാരിച്ചിട്ടുണ്ടോ ഈ ടൈം ഒരു എന്റെ ശൈലും കുറെ കണ്ടിട്ടേ ഏതോ മീൻ തിന്നാൻ പൂതിയായിട്ട് ആയിക്കോട്ടെ എങ്ങനെ സാധനം കിട്ടിയ പോലെ എനിക്ക് അങ്ങനെ മീൻകറിയായി ഇതുവരെ പരിപ്പിന്ന് റിച്ചാലേ അത് ആയില്ല ഇനി പണി കിട്ടിയടാ ഇങ്ങനെ മാണ്ടാറോ എന്നാ അതിന് നമുക്ക് വാങ്ങി വെക്കേനെ വാങ്ങിക്കൂടി ഒരു പെട്ടി എന്തായാലും വാങ്ങൂല തല പോയോണ്ട് മരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ലാണ്ട് കഴിക്കേണ്ട ആവശ്യമില്ലല്ലേ പിന്നെ ഇത് തട്ടിക്കൂട്ട് കറി കേട്ടോ അതൊന്നല്ലോ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ തക്കാളി ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഉള്ളി തക്കാളി ഉണ്ടാവും കുഴപ്പമില്ല അങ്ങനെ പരിപ്പ് കറിക്കും നെയ്ച്ചോറിനും വിടാം ജുനൈദിന്റെ അടിപൊളി അയിലക്കറി നെയ്ച്ചോറ് പുരോഗമനം ഉണ്ട് അച്ചാർ വേണ്ട നാട്ടിലേക്ക് എത്തുമ്പോ അച്ചാറുണ്ട് അച്ചാറിട്ടാ മതി 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 സംഭവം അടിപൊളി വെറുതെ കിട്ടിയാണെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീന് നല്ല ജുനൈദിന് അയിലക്കറിയും ചോറും കൂട്ടി തിന്ന് ഉള്ളി തക്കാളി ഇല്ലെങ്കിൽ എന്താ മീൻ കിട്ടില്ല ഇല്ലാത്ത മീനായിട്ട് വലിയ സീനില്ല സ്നേഹതീരത്തുനിന്ന് വിട്ടണം ഇനി ഏത് തീരം ഉള്ളത് പോയോക്കല്ലേ പോണ വയ്ക്കല് ഏത് തീരണ്ട് സൈഡാക്കൂല പോകും അത്രേ ഉള്ളൂ നമുക്ക് ഒരു കറക്കും കൂടി കറങ്ങിയാലോ കണ്ണൂർ കാസർഗോഡ് പോയി കണ്ണൂർക്ക് നേരെ കാസർഗോഡ് വിട്ടാലോ വയനാട് വിട്ടൂടെ ഇവിടെ എത്രയോടെ എത്തട്ടെ